blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. അതിൽ ഓരോരുത്തരോടും ദൈവം അവരവരുടെ അവസ്ഥ അറിഞ്ഞ് വളരെ പേഴ്സണലായി ഇൻറ്റിമേറ്റായി ദൈവം സംസാരിക്കട്ടെ എന്ന ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവർക്കായി ഈ സമയത്ത് ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിൽപ്പെട്ടവർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ജോർജ് കോശിക്കായി സുജ ജോർജിനായും പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം വന്നു ചേരട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ജോർജ് കോശിക്കായി തൻ്റെ ബിസിനസ്സിനായി, തൻ്റെ മേൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സിനായി പ്രാർത്ഥിക്കുന്നു. സുജ ജോർജിൻ്റെ മേൽ ആരോഗ്യം കർത്താവെ അങ്ങ് പകരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. സൺ ജോൺസനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. മകൾ ജോയ്സിനായി പ്രാർത്ഥിച്ച് അവളുടെ ആരോഗ്യത്തിനായി അനുഗ്രഹിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ പരിപാലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോർജ് കോശി ആൻഡ് സുജ ജോർജ്. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പോൺസർക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. തോമസ് കേസിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി, സമാധാനപരമായ ജീവിതത്തിനായി, ജോലിയിലെ അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. വൈഫിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കും. തൻ്റെ ജീവിതത്തിൽ കർത്താവെ ആരോഗ്യത്താൽ നിറയ്ക്കണമേ. അതുകൂടാതെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അലട്ടുന്ന തലവേദന മാറിപ്പോകട്ടെ. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. മകൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ തോമസിൻ്റെ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിന് ഇരുവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇത് അനേകർക്ക് അനുഗ്രഹമാകുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നലെ നാം ആരംഭിച്ച സന്ദേശം പ്രോഗ്രസീവ് ഗോഡ്, പുരോഗതി നൽകുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പുരോഗതിയിലേക്ക് നടത്താനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ നേച്ചർ അതാണ്. ദൈവത്തിൻ്റെ വഴികൾ, ദൈവം പദ്ധതികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. God wants to give us improvement, betterment and progress in life. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ 4 കാര്യങ്ങൾ നാം മറക്കരുത്. ഒരു കാര്യം നാം മറക്കണം. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുരോഗതിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ മറക്കാതിരിക്കണം. നമ്മൾ ആരായിരുന്നു, എവിടെ നിന്നാണ് ആരംഭിച്ചത്, ആ ചെറിയ തുടക്കങ്ങൾ, എളിമയിലുള്ള ആ തുടക്കങ്ങൾ, അതൊക്കെ നമ്മൾ മറക്കരുത്. അതുപോലെ ദൈവം നടത്തിയ വഴികൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറക്കരുത്. ഇന്നും ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും എന്ന കാര്യം നമ്മൾ മറക്കരുത്. കൂടാതെ അവസാനമായി ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ മറന്നുപോകരുത്. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മെ ഹേമിച്ച, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മിൽ പ്രതികാര ചിന്ത ഉണർത്തുന്ന, നമുക്ക് ക്ഷമിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ
മനഃപൂർവ്വമായി നമ്മൾ ബറി ചെയ്യണം, കുഴിച്ചിടണം, അതിൻ്റെ ശവസംസ്കാരം നടത്തണം. എങ്കിൽ മാത്രമേ അടുത്ത ജീവിതത്തിൻ്റെ ഒരു ഡയമെൻഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ. അങ്ങനെ നമ്മൾ പുരോഗതിയുടെ പാതകളിലേക്ക് മുന്നിലേക്ക് പോകണം. കൂടാതെ 2 കൊരിന്ത്യർ 3:18 നമ്മൾ കണ്ടത്, നാം നമ്മുടെ ജീവിതത്തിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് വളർന്ന് ആത്മീയമായി യേശുവിനെ പോലെ യേശുവിൻ്റെ അതേ തേജസ്സിലേക്ക് നമ്മളും വളരണം. ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം സകലവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വളരുന്ന ഒരു അനുഭവത്തിലേക്കാണ്. ചെറുതിൽ നിന്നാരംഭിച്ച് വളർന്ന് പുരോഗതിയിലേക്ക് പോകേണ്ട രീതിയിലാണ് ദൈവം വച്ചിരിക്കുന്നത്. ജീവനുള്ളതെല്ലാം വളരണം. ജീവനില്ലെങ്കിൽ നാം വളരുകയില്ല. നമ്മിലുള്ള ലൈഫ് ഇല്ലാതാകുമ്പോഴാണ് വളർച്ച മുരടിക്കുന്നതും വളർച്ച ഇല്ലാതാകുന്നതും. അതുകൊണ്ട് ജീവൻ സമൃദ്ധിയായി നമ്മിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സമൃദ്ധിയായ ജീവൻ നമ്മിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഞാൻ അധികവും ഫോക്കസ് ചെയ്യുന്നത് ആത്മീയമായ പുരോഗതിയെക്കുറിച്ചാണ്. ആത്മീയമായ പുരോഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭൗതികമായ പുരോഗതി ഉണ്ടായിക്കൊള്ളും. കാരണം യേശു തന്നെ മത്തായി എഴുതിയ സുവിശേഷം 6:33 പറഞ്ഞത് സർവ ലോകത്തിലും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. മുൻപേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇവയെല്ലാം നിങ്ങളോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. ഇതെല്ലാം വന്നോളും, ഓട്ടോമാറ്റിക്കായി വന്നോളും. അതുകൊണ്ട് യേശുവിലേക്ക് വളരുന്ന ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. 1 യോഹന്നാൻ 3 ആദ്യത്തെ ചില വചനങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബൈബിളിൽ അത് നോക്കുക. ഈ വചനങ്ങളും ഞാൻ പറയുന്ന പ്രിൻസിപ്പിൾസും നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരമായി തീരും. ഇംഗ്ലീഷിൽ ആ ഭാഗം ഇങ്ങനെയാണ്: ഹൗ ഗ്രേറ്റ് ഈസ് ദ ലവ് ദ ഫാദർ ഹാസ് ലാവിഷ്ഡ് ഓൺ അസ്. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ മേൽ ദൈവം ധാരാളിത്തം കാണിച്ച ആ സ്നേഹം എത്ര വലുതാണ് എന്ന് വെച്ചാൽ, സ്നേഹം നമ്മുടെ മേൽ അവൻ ധൂർത്തടിച്ചു. അതുപോലെയുള്ള സ്നേഹമാണ് ദൈവമാകുന്ന പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. തുടരുന്നു, that we should be called children of God. ഇന്ന് നമ്മളെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളെന്നാണ്. ദൈവം നമ്മുടെ പിതാവുമാണ്. ആ ഒരു പദവി, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ എന്ന ആ പദവി നൽകിയ സ്നേഹം, അതിലെ ധൂർത്ത്, ആ സ്നേഹത്തിൻ്റെ ധാരാളമായ പ്രകടനം എത്ര വലുതാണ്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ. നാം അങ്ങനെ ദൈവമക്കൾ ആയിരിക്കുന്നു. The reason the world does not know us is that it did not know him. രണ്ടാമത്തെ വാക്യം: Dear friends, now we are children of God. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. And what we will be has not yet been made known. നമ്മൾ എന്തായി തീരുമെന്നുള്ളത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. But we know that when he appears, we shall be like him. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശു ഇനിയും വരുമ്പോൾ, യേശു രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. For we shall see him as he is. അവനായിരിക്കുന്നത് പോലെ തന്നെ നാം അവനെ കാണും. മൂന്നാമത്തെ വാക്യത്തിൽ everyone who has this hope in him purifies himself just as he is pure. ഈ പ്രത്യാശ
ഉള്ളവരെല്ലാം അവരവരെ തന്നെ കൂടുതലായി വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ഇന്ന് നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പരിഹസിച്ചാണെങ്കിലും പരിഹസിച്ചല്ലെങ്കിലും ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് വാട്ട് വി ആർ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ദൈവം നമ്മുടെ പിതാവാകുന്നു. നാം അവനെ ആബ, പിതാവേ എന്ന് വിളിക്കുന്നു. അങ്ങനെ ദൈവം നമുക്ക് മക്കൾ എന്ന പദവി നൽകിയെങ്കിൽ ഇനി നമ്മൾ എന്തായി തീരും എന്നുള്ളത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു വരുമ്പോൾ നാം ഓരോരുത്തരും അവനെ പോലെ ആയിത്തീരും. അങ്ങനെ ആ പ്രത്യാശയുള്ളവരെല്ലാം ഇന്ന് അവരവരെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വിശുദ്ധിയുടെ പടികൾ നമ്മൾ കയറുകയാണ്. തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് ഓരോ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഞാനത് വായിച്ച് പറഞ്ഞെങ്കിലും മലയാളം ബൈബിളിൽ നിന്ന് കൂടെ അതൊന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നോക്കുവിൻ, അല്ലെങ്കിൽ കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. നാം അങ്ങനെ തന്നെ ആകുന്നു, എന്ന് വെച്ചാൽ ദൈവമക്കളാകുന്നു. ലോകം അവിടത്തെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് നമ്മെയും അറിയുന്നില്ല. പ്രിയരെ, ഇപ്പോൾ നാം ദൈവമക്കൾ ആകുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവിടുന്ന് വെളിപ്പെടുമ്പോൾ താൻ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ നാം അവിടത്തെ കാണും എന്നതിനാൽ നാം തന്നെ പോലെ ആയിത്തീരും എന്നും നാം അറിയുന്നു. തന്നിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ വചനം പറയുന്നതിനനുസരിച്ച് നമ്മൾ യേശു വെളിപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ യേശു വരുന്നതിന് മുൻപ്, നമ്മൾ ഓരോരുത്തരും അവനെ പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കൂടുതൽ യേശുവിനോട് അടുക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേയുടെ എല്ലാ പ്രേക്ഷകരും ഇതുപോലെ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുക്കണം എന്നാണ് എൻ്റെ അകത്തുള്ള ആഗ്രഹം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ബെറ്ററായി വരട്ടെ. പ്രാർത്ഥനയിൽ കൂടുതൽ വർദ്ധിക്കണം, വചനം പഠിക്കുന്നതിൽ കൂടുതൽ വർദ്ധിക്കണം, അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടുതൽ വർദ്ധിക്കണം. ദൈവിക സാന്നിധ്യം നമ്മുടെ അകത്ത് വർദ്ധിച്ച് വരണം. അങ്ങനെയാകുമ്പോൾ വലിയ നിലയിൽ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുക മാത്രമല്ല, our life will be better every day. എല്ലാ ദിവസവും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകും. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ആത്മാർത്ഥമായി ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഇന്ന് പുരോഗതിയുടെ പാതയിലാണോ, അതോ പഴയതിനേക്കാൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ? കൂടുതൽ പുരോഗതി പ്രാപിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് വചനം പറയുന്നത് പോലെ നമ്മെ തന്നെ, ബൈബിൾ പറഞ്ഞ ഡ്രോ നിയറർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. കൂടുതൽ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ കൂടുതൽ നമ്മോടും അടുത്ത് വരും. ഇംഗ്ലീഷിലുള്ള ഒരു പാട്ട് ഇങ്ങനെയാണ്: ഓരോ ദിവസവും ഞാൻ യേശുവിനോട് കൂടുതൽ അടുക്കുന്നു. ഓരോ ദിവസവും യേശുവിനോട് അടുക്കുമ്പോൾ അവൻ അയക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകും. അവൻ എന്നെ നയിക്കുന്നത് പോലെ ഞാൻ മുന്നിലേക്ക് പോകും. ഡേ ബൈ ഡേ I walk a little closer to my Lord. Day by day I walk a little closer to my Lord. Day by day where he leads me I will follow. Where he sends me I will go. Day by day I walk a little closer to my Lord. Day by day എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഞാൻ എൻ്റെ യേശുവിനോട് കൂടുതൽ അടുത്ത് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ
എവിടെയെല്ലാം അവൻ എന്നെ അയക്കുമോ, എവിടെയെല്ലാം അവൻ എന്നെ നയിക്കുമോ, അവിടെയെല്ലാം ഞാൻ പോകും. ഈ 2013 നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എയിം അതായിരിക്കട്ടെ. ഓരോ ദിവസവും യേശുവിനോട് കൂടുതൽ കൂടുതൽ, രക്ഷകനോട് അടുത്ത് ജീവിക്കുവാൻ ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. നിങ്ങൾക്കെടുക്കാവുന്ന ചില തീരുമാനങ്ങളുടെ പട്ടിക ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാൻ പോവുക. ഇതിലെ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ആയിരിക്കട്ടെ. ഒന്നാമതായി, ഇന്ന് വരെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമയം തരാൻ പോവുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക. ഒരുപക്ഷെ ഒത്തിരി ഇതുപോലുള്ള സന്ദേശങ്ങൾ കേട്ട് കാണും, പുസ്തകങ്ങൾ വായിച്ച് കാണും, ബൈബിൾ വായിച്ച് കാണും. പക്ഷെ ഇന്ന് വരെ സ്വന്തം ജീവിതം യേശുവിനായി സറണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ ഐ എം ഗിവിങ് യു എ ചാൻസ്. ഇപ്പോൾ തന്നെ എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഇന്ന് എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായി നൽകുന്നു. അങ്ങനെ സ്വീകരിക്കണമേ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, എന്നിൽ നിറയണമേ. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. യേശുവേ, അങ്ങൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്നെ സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു. ആമേൻ. മറ്റു ചില തീരുമാനങ്ങൾ എടുക്കാവുന്നത്, പുകവലിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, ഇന്ന് ഞാൻ പുകവലി നിർത്തുകയാണ്. മദ്യപിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കുക, ഈ വർഷം മദ്യപിക്കാത്തൊരു വർഷമായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ഞാൻ സമാധാനം കൊണ്ടുവരും. എവിടെയൊക്കെയോ കൂടെ സമ്പത്ത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നിർത്തുകയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഇപ്പോൾ തീരുമാനിക്കുക, ഈ വർഷം എനിക്ക് അത് വേണ്ട. വെറ്റില മുറുക്കുക, പുകയില ചവയ്ക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി നാവിൻ്റെ അടിയിൽ എന്തൊക്കെയോ വസ്തുക്കൾ വയ്ക്കുക, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഈ വർഷം ഞാൻ പുറത്തു വരികയാണ്. ഒരു ദൃഢനിശ്ചയം ചെയ്യാമോ? മറ്റു ചിലരുടെ പ്രശ്നം, ഇറ്റ് ഈസ് വേസ്റ്റിംഗ് മണി, പൈസ വല്ലാതെ പാഴാക്കുക, അല്ലെങ്കിൽ വേസ്റ്റിംഗ് ടൈം, സമയം ചുമ്മാ കളയുക. ഇതിൽ നിന്നെല്ലാത്തിൽ ഞാൻ തിരിച്ചു വരികയാണ്. യേശുവിനോട് കൂടുതൽ അടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. മറ്റു ചിലർക്ക് എടുക്കാവുന്ന ഒരു തീരുമാനമാണ്, ഈ വർഷം ഞാൻ കടം വാങ്ങി ജീവിക്കില്ല. ഒത്തിരി കടം വാങ്ങി ജീവിക്കുന്ന ഒരു ശൈലിയായി തീർന്നെങ്കിൽ എവിടെയൊക്കെ ചുരുങ്ങാമോ അവിടെയൊക്കെ ചുരുങ്ങി കടത്തിൽ നിന്നും ഈ വർഷം ഞാൻ പുറത്തു വരും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കുക, എവിടെയൊക്കെയാണ് ഒരു തീരുമാനം എടുക്കാനുള്ളത്. ഈ പുതിയ വർഷം ഒരു പുതിയ തീരുമാനങ്ങൾ എടുത്ത് അതിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വർഷമായി മാറട്ടെ. വിമർശിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, ഇനി ആ സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം എന്നിൽ നിന്ന് ഞാൻ പുറത്താക്കുകയാണ്, അതെനിക്ക് വേണ്ട. ഇതുപോലുള്ള ദുശീലങ്ങൾ ഓരോന്നും കണ്ടുപിടിച്ച് ക്രിയേറ്റീവായി നല്ല ചില കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനമെടുക്കുക. ഈ വർഷം ഞാൻ പുതിയ പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കും. ഈ വർഷം ഞാൻ ബൈബിൾ മുഴുവൻ വായിക്കും. ഈ വർഷം ഞാൻ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ചെന്ന് ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കും. ഈ വർഷം ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വന്ന് പങ്കെടുക്കും. നമുക്ക് ബ്ലെസ്സിങ് ഗ്രൂപ്പുകളുണ്ട്, ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകൾ. ഈ വർഷം ഞാൻ അതിൽ പങ്കെടുക്കും. യേശുവിനോടൊപ്പം വളരുന്നൊരു വർഷമായി ഈ വർഷത്തെ ഞാൻ മാറ്റുകയാണ്. ഇങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുമെങ്കിൽ തീർച്ചയായും ദൈവം അതിൻ്റെ മേൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. തുടർന്ന് നമുക്ക് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഈ സന്ദേശം നാളെ ഞാൻ തുടരുന്നതായിരിക്കും. മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സഹോദരിയുടെ പേര് ജിജി ബിനു എന്നാണ്. ഈ സഹോദരിക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. ഈ സഹോദരിക്ക്
13 വയസ്സുള്ളപ്പോൾ മുതൽ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് സൂചി കൊണ്ട് കുത്തുന്നത് പോലുള്ള വേദന അനുഭവിക്കുമായിരുന്നു. ഒത്തിരി മരുന്നുകൾ താൻ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു, ഹോമിയോ കഴിച്ചു. പക്ഷെ മരുന്ന് തീരുമ്പോൾ വേദന വീണ്ടും വരും. പക്ഷെ യേശു ചെയ്ത അത്ഭുതം ഇതാണ്. ഈ കഴിഞ്ഞ ജൂൺ മാസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ TVയിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇടത് നെഞ്ചിൽ ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി ആ നിമിഷം തന്നെ വിശ്വസിച്ചു, കൈകൾ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ആ ഭാഗത്ത് ഒരു തരിപ്പ് പോലെ വരികയും പിന്നീട് തനിക്ക് ആ വേദന വന്നിട്ടില്ലെന്ന സഹോദരി പറയുന്നത്. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു, ഇതുവരെ ആ വേദന വന്നിട്ടില്ല. 13 വയസ്സിൽ തുടങ്ങിയ അതെ ആ വേദന അതിനുശേഷം വന്നിട്ടില്ല. എന്താണ് ആ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഒരു തരിതരിപ്പും ഒരു ഇങ്ങനെ കുളിര് പോലെ ഒരു ആ ഭാഗത്ത് ഫീൽ ചെയ്തു. ഓക്കെ. അതിനുശേഷം ഇത് വന്നില്ല. അതിനുശേഷം ഇന്നോളം വന്നിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആ വേദന വരാറുള്ളതാണ്. എന്താണെന്ന് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഭയങ്കര കട്ടുകഴുപ്പും വേദനയാകുമ്പോൾ ഡോക്ടേഴ്സ് പറയണത് അധികം ടെൻഷൻ ആവരുത്, പിന്നെ അധികം ഹാപ്പി ആയിട്ടിരിക്കാനാണ് പറയാറ്. അപ്പൊ അതുപോലെ അങ്ങനെയാണ് സംഭവിക്കുകയും ചെയ്യാറ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ കുത്തു പോലെ ഭയങ്കര വേദനയായിരുന്നു. ഓക്കെ. ഏതായാലും കഴിഞ്ഞ 4 മാസം അതിനുശേഷം ഈ വേദന വന്നിട്ടില്ല. ഇന്നോളം വന്നിട്ടില്ല. യേശു സൗഖ്യപ്പെടുത്തി. ഓ മൈ ഗോഡ്, കൺഗ്രാറ്റുലേഷൻസ്. 13 വയസ്സ് മുതൽ എത്രയോ വർഷങ്ങൾ ഈ പ്രായം വരെ ഉണ്ടായിരുന്ന വേദനയാണ് ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ബൈബിൾ പറയുന്നു, ദൈവം മുഖപക്ഷം ഉള്ള ദൈവമല്ല. സിസ്റ്ററിന്റെ പേര് ജിജി. ജിജിയെ സൗഖ്യമാക്കുന്നു, അപ്പുറത്ത് വേറൊരാൾ നിനക്ക് സൗഖ്യം വേണം. അങ്ങനെയല്ല. യേശു മുഖപക്ഷമുള്ള ആളല്ല. നമ്മൾ നിഷ്കളങ്കമായ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ ആരെയും സൗഖ്യമാക്കുവാൻ യേശു തയ്യാറാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ സഹോദരിക്ക് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു. ചെറുപ്പകാലം മുതലുള്ള ഒത്തിരി സഹിച്ചല്ലോ കർത്താവ്. എന്നാൽ കർത്താവ് നീ പറഞ്ഞു സഹിച്ചത് മതി. അങ്ങ് കൊടുത്ത ഈ അത്ഭുതകരമായ വിടുതലിനായി നന്ദി. അതോടൊപ്പം ഈ സാക്ഷ്യം കാണുന്ന ഇതേ പ്രശ്നമോ തത്തുല്യമായ മറ്റു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കൂടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ട് തീരുമാനങ്ങൾ ഹൃദയത്തിലെടുത്ത എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഏതൊരു വിഷജന്തുവിൻ്റെ കുത്തലോ കടിയോ ഏറ്റ് ശരീരത്തിൽ ഭയങ്കരമായ പ്രയാസവുമായിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുക. ശരീരത്തിൽ നിന്ന് വിഷാംശം മാറിപ്പോകട്ടെ. അതുമാത്രമല്ല, അകത്ത് വിഷം ചെന്ന ചില വ്യക്തികളും ജീവിക്കുമോ എന്നുള്ള സംശയത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ പല നിലകളിൽ ശരീരത്തിൽ വിഷം ബാധിച്ചവർ സൗഖ്യമാകട്ടെ. HIV പോസിറ്റീവായിട്ടുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കൈകൾ ഉയർത്താൻ കഴിയാതെ ഇവിടെ സ്റ്റിഫായിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് എന്തൊരു വലിയ പ്രയാസം വന്നിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വയറിൻ്റെ അകത്തുള്ള അവയവങ്ങൾക്ക് പ്രയാസങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴകൾ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. മുട്ടുകാലുള്ള പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ന്യൂമോണിയ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വാരിയെല്ലുകൾക്ക് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലുള്ള വലിയ വിടുതലുകൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലും നടക്കട്ടെ. മെനഞ്ചൈറ്റിസ് എന്ന രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഓട്ടിസമുള്ള
കുഞ്ഞുങ്ങൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഓട്ടിസം മാറിപ്പോകട്ടെ. അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ഗ്രാൻഡ് പാരൻസ്, അവർക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവേ, വലിയ പ്രോഗ്രസ് ആ അസുഖത്തിൽ നിന്നും ഉണ്ടാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. അവരെ ശുശ്രൂഷിക്കുന്നവർക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വലിയ ക്ഷമാശീലം ഉണ്ടാകാൻ കർത്താവ് സഹായിക്കണം. അതിൽ നിന്ന് പുറത്തു വരുവോളം ശുശ്രൂഷിക്കാൻ ആവശ്യമായ ദീർഘക്ഷമ കർത്താവ് കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്നവർക്ക് വേഗത്തിൽ അങ്ങ് ഉത്തരം നൽകുന്നതിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. അവിടെ വരുമ്പോൾ സന്ദേശങ്ങളുടെ CD-കളും അതുപോലെ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൈ പ്രെയർ ഡയറി, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷുമാരി തുടങ്ങിയ പുസ്തകങ്ങൾ കരസ്ഥമാക്കുക. ഈ വർഷം കൂടുതൽ യേശുവിനോട് അടുക്കുന്ന വർഷമാകട്ടെ. നാളെ നമുക്ക് വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.